ഹായ് ഫ്രണ്ട്സ്, ബീനോസൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയത്. ഞാനിപ്പോൾ ഗപ്പി ഹൗസിലാണ്. പല ആൾക്കാർക്ക് ഈ പേര് അറിയാൻ മതിയാവും. അപ്പോൾ പിലാശ്ശേരിക്ക് അടുത്ത് ഉള്ള ഗപ്പി ഫാമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന. ബഷീർക്കയുടെ ഏകദേശം ഒരു 10-15 വർഷത്തോളമായിട്ട് നടത്തുന്ന ആളാണ്. പിന്നെ ഏകദേശം മിക്സഡ് ഗപ്പീസ് അടക്കം ഹൈ ക്വാളിറ്റി ഗപ്പി വരെ ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. നേരെ കൊണ്ട് പോയാലോ. ഫ്രണ്ട്സ്, നമ്മളെ കൂടെ ഉള്ളത് ഷീർക്കയാണ്. ഷീർക്ക നമസ്കാരം. നമസ്കാരം. ഓക്കെ ഷീർക്ക, നമ്മുടെ ഈ ഒരു ഫാം കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇതിന്റെ പ്ലേസ് എന്ന് പറയുന്നത് പ്ലാശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് താഴെ ആയിട്ട്, പ്ലാശ്ശേരി AUP സ്കൂളിനും താഴെ ആയിട്ട് ഗപ്പി ഹൗസ് എന്ന് പറഞ്ഞിട്ട് മെയിൻ റോഡ് സൈഡിലാണ്. ഏകദേശം നമ്മൾ എത്ര വർഷമായി ഇവിടെ? ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളമായി. ഞാൻ ചെറിയ തോതിൽ അന്നൊക്കെ ഗപ്പി ഒരു ഹാപ്പിനെസ് ആയിട്ട് തുടങ്ങിയതാണല്ലേ. പിന്നെ അതിങ്ങനെ ഒരു ബിസിനസ് ആയി. ഞാൻ ഇവിടെ പുറത്തായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയമാണെങ്കിലും ഇത് ഈ ടാങ്കുകളൊക്കെ അന്നേ ഏകദേശം ആ സമയത്തോളം ഇത് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്തെങ്കിലും കിട്ടി അവരെടുക്കും. പിന്നെ ഞാൻ ഗൾഫൊക്കെ നിർത്തി വന്നിട്ട് 10 വർഷമായി. 10 വർഷം ആയതിനു ശേഷം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇതിനകത്തുണ്ട്. ഏകദേശം എത്ര വെറൈറ്റി? ഇവിടെ ഇപ്പൊ ഒരു 10-25 വെറൈറ്റികള് ഇപ്പൊ നിലവിലുണ്ട്. പിന്നെ ബ്രീഡ് കുട്ടികളായിട്ടും അങ്ങനായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ സാധനങ്ങള് എനിക്ക് തികയാത്തൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഗപ്പീസും എല്ലാ തരം ഗപ്പികളും ഉണ്ട്. പിന്നെ എന്റെ സ്വന്തമായിട്ടുള്ള ബ്രീഡുകളും ഉണ്ട്. അതും നല്ല മൂവിങ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണിച്ചു. നേരെ അങ്ങോട്ട് പോയാലോ. നമുക്ക് ഫസ്റ്റ് വെറൈറ്റി പരിചയപ്പെട്ടാലോ. ഇത് ഏതാ കാണുന്നത്? ഇത് സിൽവറാഡോ റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ബോഡിക്ക് ഒരു സിൽവർ കളർ, ഒരു യെല്ലോ സിൽവർ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് അല്ലേ. അത്യാവശ്യം നല്ലൊരു വലിയ പ്രശ്നമില്ലാത്തൊരു വെറൈറ്റി. നല്ല കുട്ടികളെ കിട്ടും. നല്ല ബ്രീഡാണ് ആണല്ലേ. ഇത് ബ്ലാക്ക് ഐ അല്ലേ വരുന്നത്? ബ്ലാക്ക് ഐ ആണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഫുഡ് കൊടുക്കാതിരുന്നാലും കുട്ടികളെ കഴിക്കുള്ളൂ അല്ലെങ്കിൽ കഴിക്കില്ലേ. ഓക്കെ, ഇതെങ്ങനെയാ? അത്യാവശ്യം നല്ല സർവൈവ് ചെയ്യുന്ന ടൈപ്പ് ആണോ? ഇത് ഷോപ്പുകളിലേക്ക് നല്ലോണം പോകുന്നുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ വേറെ ഒരു ബ്ലാക്ക് ഡയൽ വരുന്ന ഒരു പിന്നെ ബ്രസീലിയൻ റെഡ് ഉണ്ട്, വേറൊരു സാധനം അടുത്ത ഇതിൽ കാണിക്കാൻ. ശരി. അപ്പൊ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അല്ലേ? ഈ സാധനം ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. ഇതെങ്ങനെയാ കൊറിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്? ഇവിടെ കൊറിയർ ആയിട്ട് നമ്മളില്ല, ഇവിടെ വരുന്ന ടീമിന് കൊടുക്കും. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഷോപ്പുകാർക്കാണ് അല്ലേ. ഷോപ്പുകാരോടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. സാധനം ഇല്ലാത്ത പ്രശ്നമുള്ളൂ അല്ലേ. എന്നാൽ അടുത്ത വെറൈറ്റി പോയാലോ. ഓക്കെ, നമ്മൾ അടുത്ത വെറൈറ്റി പരിചയപ്പെടാം. അത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് സാന്താ ഗോൾഡ്. അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു വലിയ പ്രശ്നമില്ലാതെ സെയിലാകുന്ന സാധനമാണ്. ഇത് പറഞ്ഞ മാതിരി കൊടുക്കാൻ തയ്യാത്തൊരു പ്രശ്നമാണ്. ആണല്ലേ. അന്നും മാർക്കറ്റിലുള്ള ഒരു ഐറ്റം തന്നെ ഉള്ളത്. ഓക്കെ, ഇതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇത് ബ്ലാക്ക് ഐ അല്ലേ. ബ്ലാക്ക് ഐ ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏത് ആൽക്കഹോളുള്ള വാട്ടർ ആയാലും പ്യൂർ വാട്ടർ ആയാലും എല്ലാത്തിലും അവര് നിൽക്കും. കുട്ടികൾ അത്ര കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു പ്രശ്നമില്ല അല്ലേ. ഇതെങ്ങനെയാ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്? അത്യാവശ്യം ഇത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ കുറവാണ്. അതല്ലാതെ റീറ്റെയിൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് 80 റുപ്യ ലെവലിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ. ഇതേതാ വെറൈറ്റി വരുന്നത്? അത് പർപ്പിൾ പ്ലെയിൻ ബ്ലൂ ആണ് ഈ ഒരു വെറൈറ്റി. അത് എന്റെ ബ്രീഡ് തന്നെയാണ്. ആണല്ലേ, സ്വന്തം ബ്രീഡ് തന്നെയാ അല്ലേ. അത്യാവശ്യം നല്ല കളറ് ബ്ലൂ ടൈപ്പ് നല്ല കളർ വരുന്ന അല്ലെ. അത്യാവശ്യം ഡോർസലൊക്കെ വരുന്ന ടൈപ്പ് അല്ലെ. എല്ലാം വലിപ്പം വരുന്ന ടൈലൊക്കെ നല്ല വിരിഞ്ഞ ഇതാണ് അല്ലേ. നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലേ. ഓക്കെ. ഇതിനെങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് 80 റുപ്യ ഈ റേറ്റ് തന്നെയല്ലേ വരുന്നത്? ശരി. ഓക്കെ, നമ്മൾ അടുത്ത വെറൈറ്റിയിലേക്ക് പോയാലോ. നമുക്ക് അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ. ഇതേതാ വെറൈറ്റി വരുന്നതായിരിക്കും? ഇത് ഹൈബ്രിഡ് മിക്സ് ആണെങ്കിലും ഹൈബ്രിഡ് സാധനം നല്ല കണ്ടീഷൻ ക്വാളിറ്റി ഉള്ളത് ആണല്ലേ. അത്യാവശ്യം ഇയറും ടൈലും വലിപ്പം ഒക്കെ വരുന്നത്. എല്ലാ കളറും വെറൈറ്റി എല്ലാ കളർ വെറൈറ്റികളും ഇതിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ, റെഡ് ആണ് റെഡ്, ഇനി ചില്ലി ടൈപ്പ് ആണ് ചില്ലി, ഗ്രീൻ വരുന്നുണ്ട് അല്ലേ. ഗ്രീൻ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇതെങ്ങനെ? ഇത് ഏത് റേറ്റിലാണ് കൊടുക്കുന്നത്? ഇത് ഇവിടെ റീറ്റെയിൽ കൊടുക്കുന്നത് 60 റുപ്യക്കാണ് പെയർ. 60 റുപ്യക്ക് അല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത വെറൈറ്റി പോവാം.
നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടല്ലോ. ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് എന്റെ സ്വന്തം ബ്രീഡാണ്, റെഡ് പിങ്ക്. റെഡ് പിങ്ക് അല്ലേ? അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഡോർസലൊക്കെ വരുന്ന ടൈപ്പാണ്. ഓക്കെ, ഇതെങ്ങനെ അവിടെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇത് അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ഒന്നാമത് കൊറിയർ സംവിധാനം ഇല്ലാന്നേ ഉള്ളൂ, ആയിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ നിർബന്ധമായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ അപ്പൊ നമ്മൾ ശ്രമിക്കാന്നേ ഉള്ളൂ. ആണല്ലേ? കൊറിയർ കൊടുക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് സാധനം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഏതാ വെറൈറ്റി വരുന്നത്? ഫുൾ ഗോൾഡ് ആണ്. ഫുൾ ഗോൾഡ് ആണ് അല്ലേ? അത്യാവശ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റം അല്ലത്. എനിക്ക് അതിനെ സംബന്ധിച്ച് ഇവിടുത്തെ വെള്ളത്തിൽ നല്ല ഹാപ്പിനെസ് ആണ്, നല്ലോണം വളരുകയും ചെയ്യുന്നത്. ആണല്ലേ? കാരണം നമ്മളെല്ലാരും പറയുന്നതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, അതിന്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ മാറും. ചേഞ്ച് ആകുന്നൊന്നുമില്ല, അത് വെള്ളത്തിന്റെ pH റെഡി ആയതുകൊണ്ടായിരിക്കും. അല്ലേ? ഈ ആൽക്കകളുള്ള വാട്ടറിലാണെങ്കിൽ അവർ പെട്ടെന്ന് സെറ്റ് ആവുകയും ചെയ്യും. ആണല്ലേ? നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ആണല്ലേ? നമുക്ക് അടുത്ത വെറൈറ്റി പോയാലോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്. ഇത് ഏതാ വെറൈറ്റി? ഫുൾ റെഡ്. ഫുൾ റെഡ് ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആണല്ലേ? റെഡ് ഇത് റെഡ് ആണെങ്കിലും അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരുന്നുണ്ട് ഇവിടെ. അത് ആണല്ലേ? പക്ഷെ പൊതുവേ പറയുന്നത് എന്താ വെച്ചാൽ റെഡ് ഐ ആയതുകൊണ്ട് അതിനെ മാർക്കറ്റിൽ തന്നെ കണ്ടില്ല, ആ ടാങ്ക് ക്ലീനും കൂടി ആക്കിയില്ല, അതിനകത്താ കിടക്കുന്നത്. അതെ 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 അതെ. അപ്പൊ അത്യാവശ്യം എങ്ങനെയാ കൊടുക്കാനുണ്ട്? നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ട്, സാധനം കൊടുക്കാനുണ്ട് അല്ലേ? പേരിന് 100 രൂപ കൊടുക്കുന്നത്. പേരിന് 100 രൂപയാണ് അല്ലേ? നമുക്ക് നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇത് ഏതാ വെറൈറ്റി വരുന്നത്? അത് ബ്ലൂ ബ്ലാക്ക് ആണ്. ഒറിജിനൽ ബ്ലാക്ക് അല്ല, ലൈറ്റ് തട്ടുമ്പോ അതിന്റെ ബോഡിയിൽ ബ്ലൂ കാണും. അല്ലേ? ഇതിപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് നമുക്ക് അങ്ങനെ മനസ്സിലാവായിട്ടാണ് അല്ലേ? ബ്ലൂ ബ്ലാക്ക് എന്നാണ് പറയാ. ഓക്കെ, ഇതെങ്ങനെ അത്യാവശ്യം നമുക്ക് അവിടെ കൊടുക്കാനുണ്ടോ? അത്യാവശ്യം കൊടുക്കാനുണ്ട്, കൂടുതലായിട്ടില്ല. അത്യാവശ്യം എന്താ പറയാ, നമുക്കൊരു റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു 80 രൂപ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. 80 വെച്ച് കൊടുക്കുന്ന അല്ലേ? ഓക്കെ, നമുക്ക് നല്ല അടുത്ത വെറൈറ്റിയില് പോയാലോ? നമുക്ക് എന്നാലും അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണുള്ളത്. ആ വെറൈറ്റി റെഡ് ഇയർകോ എന്ന് പറഞ്ഞ സാധനങ്ങളാണ്. പക്ഷെ ചെറുതായതുകൊണ്ട് അതിന് ഇയർ ഒരു ഏകദേശം കുറച്ചുകൂടെ പ്രായം വരുന്നവരെ ഇതിനൊക്കെ ഇയർ ഇറങ്ങും അല്ലേ? ഇത് അത്യാവശ്യം ഇതിപ്പോ എനിക്ക് തോന്നുന്നു ജുവനൈൽ സൈസ് ആണ്. ഇത് ജുവനൈൽ ടൈപ്പ് ആണ്. 1-2 ഫീമെയിൽ വെച്ച് ബാക്കിയൊക്കെ ജുവനൈൽ ടൈപ്പ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതെങ്ങനെയാ നമുക്ക് അവിടെ കൊടുക്കാനുണ്ടോ? ഇത് അത്യാവശ്യം സിംഗിൾ ആയിട്ട് കൊടുക്കാണ്ട്, അല്ലാണ്ട് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനോ സാധനം. ഇതെങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത്? എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് ഇവിടെ 150 രൂപ കാണും. അത്രേ ഉള്ളൂ അല്ലേ? ആ റേറ്റിലാണ് കൊടുക്കുന്നത്. നമുക്ക് എന്നാല് ലാസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റി കൂടെ പരിചയപ്പെട്ടാലോ? നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഏതാ വെറൈറ്റി വരുന്നത്? അതിന്റെ പേര് പീകോക്ക് ആണ് അല്ലേ? പീകോക്ക് വെറൈറ്റി ആണ്. നല്ലൊരു വെറൈറ്റി ക്വാളിറ്റി ആണ് ആണല്ലേ? ഡോർസലൊക്കെ വരുന്ന നല്ല വെറൈറ്റി, നല്ല സൈസും ഏത് വെള്ളത്തിലും അത് കിട്ടും അല്ലേ? ഓക്കെ, നമുക്ക് എങ്ങനെയാ അത് കൊടുക്കാനുണ്ടോ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. 100 രൂപ പേരിനായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണല്ലേ? ഇതിനേക്കാളൊക്കെ റേറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് എന്നാലും അടുത്ത വെറൈറ്റി പോയാലോ? ഓക്കെ, നമുക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ ഉള്ള ഒരു വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഏതാ വെറൈറ്റി വരുന്നത്? ബ്രസീലിയൻ റെഡ്. അത്യാവശ്യം നല്ലൊരു കളറൊക്കെ വരുന്ന കളറാണ്. അതിന്റെ ഡിസൈൻ ബ്ലാക്ക് സൈഡ് കയറിയിട്ട് ആണല്ലേ? നമ്മള് എനിക്ക് തോന്നുന്നു ഫീമെയിലാണ് ബ്ലാക്ക് ഷെയ്ഡ് കയറുന്നത് അല്ലേ? മെയിലിനും ഉണ്ട്, അടിയിൽ വരും അല്ലേ? ഓക്കെ ഓക്കെ, ഇതെങ്ങനെയാ ഇവിടെ അത്യാവശ്യം കൊടുക്കാനുണ്ടോ? അത് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് നല്ല അടുത്ത വെറൈറ്റിയില് പോയാലോ? നമ്മുടെ മാർക്കറ്റിലെ ഒരു കാലത്ത് നിന്ന് പോകാത്ത അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാ കാണുന്നത് അല്ലേ? ഈ വെറൈറ്റി ഏതായിരുന്നത്? മൊസൈക്കിലെ ചില്ലി മൊസൈക്ക് ബിഗിയർ ആണല്ലേ? നല്ലൊരു വെറൈറ്റി തന്നെയല്ലേ? അത്യാവശ്യം നല്ല റേറ്റിലാണ്. അതേമാതിരി തന്നെ ബിഗിയർ അത്യാവശ്യം സെയിലും നടക്കുന്ന സാധനമാണ്. അത്യാവശ്യം വിലയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ജുവനൈൽ സൈസ് ആണ്. വലുതൊന്നും ബാലൻസ് ഇല്ല ആണല്ലേ? ഓക്കെ, ഇതെങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത്? 100 രൂപ പേരിനായിട്ടാ കൊടുക്കുന്നത്. അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലോ കൊടുക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലേ അടുത്ത വെറൈറ്റി പോയാലോ? നമുക്ക് എന്നാലേ ലാസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് ഏതാ വെറൈറ്റി? ബ്ലാക്ക് ആണ് അല്ലേ? ഇത് പ്യുവർ ബ്ലാക്ക് തന്നെയാണ് ആണല്ലേ? നമ്മള് നേരത്തെ കണ്ടത് ഒരു സ്ലൈഡ് ബ്ലൂ വരുന്ന സൈഡ് ബ്ലൂ വരുന്ന സാധനമാണ്. ഇത് പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്കിവിടെ അത്യാവശ്യം കൊടുക്കാനുണ്ടോ? അത്യാവശ്യം കൊടുക്കാനുണ്ട് അല്ലേ? ഓക്കെ, ഇത് ബ്ലാക്ക് ഐ അല്ലേ വരുന്നത്? ഇതൊക്കെ ബ്ലാക്ക് ഐ. ഇത് ഫുൾ, അതായത് അഡൽട്ട് സൈസ് അല്ലേ വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം എല്ലാ വെറൈറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോ എന്താ പറയുക, ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത വലിയൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിപ്പോ കണ്ടെടുത്തോളം ഇവിടെ ഒന്നിലും, അതായത് ഇവിടെ ഒരു അക്വേറിയത്തിലായാലും ശരി ടാങ്കിലായാലും ശരി ഒന്നിലും ഇവിടെ ഒരു മോട്ടറോ അല്ലെങ്കിൽ എയറേഷനോ ഒന്നും കൊടുക്കുന്നില്ല. അതിന്റെ രഹസ്യം എന്താ? നാച്ചുറൽ ആയിട്ടാണ് ഞാൻ ഇതിനെ വളർത്തുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അത് ഒന്ന്
ഇതിനകത്ത് പിന്നെ സ്നെയിലിനെ ഞാൻ നല്ലോണം ഇറക്കുന്നുണ്ട്, ആപ്പിൾ സ്നെയില്. അപ്പൊ ഈ വരുന്ന അഥവാ ഏതെങ്കിലും ഒരു മീൻ വല്ല കംപ്ലൈന്റ് വന്നിട്ട് ഒരു മീൻ ചാകാണ്, അതിനെ ഇവരങ്ങ് കഴിക്കും. പിന്നെ ഫുഡ് ഓവറായിട്ട് കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഹൈബ്രിഡ് ഫുഡുകളും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഒന്നെങ്കിൽ ഗ്രോവൽ കൊടുക്കും. ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഗ്രോവലാണ്. പിന്നെ എന്റെ കയ്യിൽ എന്ത് തട്ടുന്ന വെച്ചാൽ അതൊക്കെ കൊടുക്കും. പിന്നെ ചെറിയ കുട്ടികൾക്ക് നല്ല ഹൈബ്രിഡ് കുട്ടികളാണെങ്കിൽ അവർക്ക് ആർട്ടിമിയ കൊടുക്കും. ഒരു സൈസ് വരുന്നവരെ. സൈസ് വന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാരും ഒരേ ഫുഡ്, ജയിലിലെ ഫുഡ് പോലെയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ സ്നെയിലൊക്കെ എല്ലാത്തിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ 1-2 വെറൈറ്റീസ് ആയിട്ടുള്ള സ്ട്രിംസുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആയിട്ട് വരില്ലേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല്. എന്തായാലും ആപ്പിൾ സ്നെയിൽ എങ്ങനെയാ കൊടുക്കാനുണ്ടോ? ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ബ്രെഡ് ബാം എങ്ങനെയാ ഫുഡ് ഉണ്ട്, പക്ഷെ അങ്ങനെ കൊടുക്കാനായിട്ട് പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് കുറച്ച് കൊടുക്കും അല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുത്ത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.